കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. തൻ്റെ ആരോഹണത്തിന് ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ യേശു ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു. അവൻ തനിക്ക് മുമ്പേ ഏതാനും ദൂതന്മാരെ അയച്ചു. അവന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ അവർ സമരിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹനാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് തിരുസഭയിൽ വിശുദ്ധ ജെറോമിൻ്റെ സ്മരണ ആഘോഷിക്കുകയാണ്. ഒരു വിശുദ്ധനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവവചനം ബൈബിൾ ലത്തീൻ ഭാഷയിലേക്ക് ആദ്യമായി തർജ്ജിമ ചെയ്തത് ഈ ഒരു വിശുദ്ധനാണ്. ഈശോ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ ഒരു വിശുദ്ധൻ ദൈവവചനത്തോട് അത്രമാത്രം ഗാഢമായ ബന്ധം പുലർത്തി ഒരു വലിയ ക്രിസ്തു അനുഭവത്തിലേക്ക് വളർന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇഗ്നറൻസ് ഓഫ് ബൈബിൾ ഈസ് ഇഗ്നറൻസ് ഓഫ് ക്രൈസ്റ്റ്. അതായത് ദൈവവചനം അറിയാത്തത് ക്രിസ്തുവിനെ അറിയാത്തതിന് തുല്യമാണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിപ്പിച്ചു. അതായത് എന്തുമാത്രം വചനത്തിലെ ഈശോയെ നമ്മൾ മനസ്സിലാക്കുന്നോ അത്രമാത്രം നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ അത് കൊണ്ടുവരുമെന്നുള്ളത് ഈ വിശുദ്ധൻ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഇന്ന് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാവുന്നൊരു വലിയ ഒരു തീരുമാനമെന്ന് പറയുന്നത് വചനത്തിലെ ഈശോയുടെ മനസ്സറിയുവാനും വചനം വായിച്ച് വചനം ധ്യാനിച്ച് വചനത്തിലെ ഈശോയെ കണ്ടുമുട്ടാനായിട്ടുള്ളൊരു പരിശ്രമം നമുക്ക് നടത്താം. നമ്മളിന്ന് വായിച്ച് കേട്ട സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 51 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ഈശോ ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് സമറിയാക്കാരുടെ പട്ടണത്തിലെത്തുമ്പോൾ ഈശോ ജെറുസലേമിലേക്ക് പോവുകയാണെന്നറിഞ്ഞ് ഈശോ ഒരു യഹൂദനാണെന്നറിഞ്ഞ് സമരിയാക്കാർ ആരും അവനെ സ്വീകരിച്ചില്ല. ഒരു വലിയ തിരസ്കരണമാണ് ഈശോയ്ക്ക് ആ നാട്ടിൽ നേരിടുക. കാരണം ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രബോധനങ്ങളും വഴി ഒത്തിരിയേറെ ആളുകൾ ഈശോയെ കാണാനും കേൾക്കാനും തൊടാനും ഒക്കെ ഒന്ന് ആഗ്രഹിച്ചിരുന്ന കാലഘട്ടത്തിൽ സമരിയാക്കാരും ഈശോയെ ആ ഭവനത്തിലേക്കും ആ നാട്ടിലേക്കും പോലും അവർ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ആ ഒരു വലിയ തിരസ്കരണത്തിൻ്റെ നടുവിൽ ഈശോയുടെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരായ ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാരെന്നറിയപ്പെടുന്ന യാക്കോബും യോഹന്നാനും ഈ രണ്ടുപേരും ഈശോയോട് പറയുകയാണ്, ഈശോയെ, ആ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഈ ടീമിനെ മുഴുവൻ ഞങ്ങൾ തീർത്ത് കളഞ്ഞേക്കട്ടെ. ഇതായിരുന്നു അവർ ഇത്രയും നാളും ഈശോയുടെ കൂടെ നടന്ന് ഈശോയുടെ മലയിലെ പ്രസംഗങ്ങളെല്ലാം കേട്ട്, അതായത് പല്ലിന് പകരം പല്ല് അല്ലെങ്കിൽ എല്ലിന് പകരം എല്ല്, ഈ പരിപാടികളൊക്കെ അവർ കൃത്യമായിട്ടും കേട്ട കാര്യങ്ങളാണ്. അതൊന്നും പാടില്ല, നിങ്ങൾ ക്ഷമയോടെ എല്ലാ കാര്യങ്ങളെയും നേരിടണമെന്നൊക്കെ പഠിപ്പിച്ച് ഈശോയുടെ കൂടെ നടന്നിരുന്ന ശിഷ്യന്മാർ പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഞങ്ങൾ ഇവരെ എല്ലാം നശിപ്പിക്കട്ടെയോ. അവരെയൊക്കെ ശാസിക്കുന്ന ഈശോയെ നമ്മൾ കാണാൻ പറ്റും. ഈശോ പറയുന്നത് മാനുഷികമായിട്ടല്ല ഇങ്ങനെയുള്ള തിരസ്കരണങ്ങളെ നേരിടുക, മറിച്ച് അതിനെ നമ്മൾ ദൈവികമായിട്ട് കണ്ട് ദൈവികമായിട്ട് അതിനെ കാണുവാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തണമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ തിരസ്കരണങ്ങളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ എന്തിനേറെ പറയുന്നത് ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരിൽ നിന്ന് പോലും നമുക്ക് ലഭിക്കുമ്പോൾ പലപ്പോഴും നമ്മളും അപ്പസ്തോലന്മാരെ പോലെ നമ്മൾ ചിന്തിക്കും, ഇവർക്ക് ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്നൊക്കെ. അതിനെയൊക്കെ ദൈവികമായിട്ട് കാണാൻ, ശാന്തതയുടെ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് കാണാനായിട്ടുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തണമെന്നുള്ളതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരു ക്യാൻസർ ബാധിതയായിട്ടുള്ളൊരു വ്യക്തിയെ കാണുവാനായിട്ട് അവിടെ ചെന്ന സമയത്ത് ആ വ്യക്തിയെക്കുറിച്ച് അറിയാൻ സാധിച്ചൊരു കാര്യം, 13-ാമത്തെ വയസ്സ് മുതൽ ഈശോയെ 13 വർഷമായിട്ട് ഈശോയെ അറിഞ്ഞൊരു വ്യക്തിയാണ്. അതായത് ഈശോയുടെ കൂടെ നടന്ന് ഈശോയുടെ വചനം കേട്ട് ഒത്തിരിയേറെ മാറ്റം വന്നു. അക്രൈസ്തവരായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതേ ആ ആശുപത്രിയിൽ ചെന്ന് കട്ടിലിൽ കിടക്കുന്ന വ്യക്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ കട്ടിലിൽ വളരെ പുഞ്ചിരിയോടുകൂടെ ഞങ്ങളെ സ്വാഗതം ചെയ്ത ഒരു വ്യക്തി. അതുപോലെ തന്നെ കട്ടിലിൻ്റെ മറുവശത്ത്
ബൈബിളിരിക്കുന്നു, ജപമാല ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുതന്നെ അതിനുശേഷം ആ വ്യക്തി പറഞ്ഞൊരു കാര്യമാണ്, ഈശോയെ അറിയാൻ സാധിച്ചത് ഒരു വലിയ സൗഭാഗ്യമാണ്. എന്നിട്ട് ബൈബിളെ മുറുകെ പിടിച്ചു. എണീക്കാൻ പോലും വയ്യാതെ ആശുപത്രി കിടക്കയിൽ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഇങ്ങനെ മല്ലിട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈശോയെ അറിയാൻ പറ്റി. വചനത്തിൽ പിടിച്ചിട്ട് അവർ പറയുന്ന കാര്യം ഇതാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എനിക്ക് ഈശോയെ അനുഭവിക്കുവാനും അറിയാനും പറ്റി എന്നുള്ളത്. അവസാനമായിട്ട് ആ ഒരു വ്യക്തി പറഞ്ഞത്, എനിക്ക് ഈശോയുടെ കൂടെയായി മാമോദിസ സ്വീകരിച്ച് ഈശോയുടെ ശരീരത്തിൽ അംഗമായിട്ട് മാറണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസ ജീവിതം എവിടെയാണ്? നമ്മുടെ ആത്മീയത എന്തുമാത്രം ചെറുതാണെന്ന് പലപ്പോഴും തോന്നിപ്പോകുന്ന രീതിയിലാണ് ഓരോരുത്തരും വലിയ ക്രിസ്തു അനുഭവത്തിലേക്ക് വളർന്നു കഴിയുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ. അവരുടെ ജീവിതം പോലും അപ്രകാരമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ വേദന വരുമ്പോൾ പോലും നമ്മുടെ വിശ്വാസം പോലും ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ബന്ധങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഇവിടെ തിരസ്കരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ ദൈവികമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നവരായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറണം. ക്രിസ്തുവിൻ്റെ ആ മനോഭാവം നമ്മളിൽ നിറയണമെങ്കിൽ വചനത്തിലെ ക്രിസ്തുവിനെ കണ്ടുമുട്ടാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് വിശുദ്ധ ജെറോം നമ്മളെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, വചനത്തിൻ്റെ വലിയ അഭിഷേകം നൽകി കൂടുതൽ തീക്ഷ്ണതയോടെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ധീരതയോടെ നേരിടുവാനായിട്ടുള്ള കൃപ തരണമേ. ജീവിതത്തിൻ്റെ ഏത് ഭാരപ്പെടുത്തുന്നതും അസ്വസ്ഥപ്പെടുത്തുന്നതുമായ സാഹചര്യത്തിന് നടുവിലും പാറ പോലെ ഉറച്ചു നിൽക്കുവാനായിട്ടുള്ള വലിയ കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ട എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നമുക്ക് നൽകട്ടെ. ആമീൻ.